ഇന്ന് നമ്മളൊരു കർഷകനെ പറ്റിയാണ് പറയുന്നത്. മുള്ളക്കര പാടത്ത് നിലവിലുള്ള രീതികളെല്ലാം ഉപേക്ഷിച്ച്, എന്ന് വെച്ചാൽ ട്രാക്ടർ, ടില്ലർ, രാസവളങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും ജൈവവളം ഉപയോഗിച്ച് നെല്ല് കൃഷി ചെയ്യുന്ന അമ്മാടത്തെ രാജേട്ടനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. 10-20 വർഷത്തോളമായി ഇദ്ദേഹം ശ്രമങ്ങൾ തുടങ്ങിയിട്ട്. രാസവളങ്ങൾ ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ പാടത്ത് ഒരു പച്ച കളർ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. തൊട്ടപ്പുറത്തെ പാടത്ത് ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. ഈ കാര്യം രാജേട്ടൻ പറയാതെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് പാടത്തെ വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകൾ കണ്ടിട്ടാണ്. ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ വന്നിട്ടുള്ളതേ മുള്ളക്കര പാടത്താണ്. ഇവിടെ ട്രില്ലർ, ട്രാക്ടർ ഇതൊന്നും ഉപയോഗിക്കാതെ പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചിട്ട്, രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ ഒരുക്കിയിരിക്കുന്ന കുറച്ച് പാടശേഖരം കാണാനായിട്ട് വന്നതാണ്. കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പരീക്ഷണമായിരുന്നു എന്നാണ് രാജേട്ടൻ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഈ പാടത്ത് കുറേ വർഷങ്ങൾ നീണ്ട പരീക്ഷണത്തിനൊടുവിലാണ് വെച്ചാലും നല്ലൊരു റിസൾട്ട് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുകയാണ്. രാജേട്ടനോട് തന്നെ ചോദിക്കാം എന്താണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം എന്ന് ചോദിക്കാം. ഹലോ രാജേട്ടൻ, നമസ്കാരം. ഇത് ചെയ്യാനുള്ള കാരണം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിൽ വിഷം ചേർക്കില്ല, വായുവിൽ വിഷം ഉണ്ടാവില്ല. ഈ അരി കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ക്യാൻസർ പോലത്തെ രോഗങ്ങളൊന്നും വരില്ല. നമ്മൾ സാധാരണ ഇതിൽ മരുന്നും ഇംഗ്ലീഷ് വളം ഇടുമ്പോൾ മണ്ണ് നാശവും, മണ്ണിര പോവും. പിന്നെ അതുപോലെ തന്നെ വിഷം ചേർന്ന് ഈ വെള്ളമാണ് ഇവിടെ ലിഫ്റ്റ് ഇറിഗേഷനൊക്കെ അടിക്കണം. അപ്പോൾ ഓരോ വീട്ടിലും ചെന്ന് അതിൻ്റെ അസുഖം. ഞാനൊരാൾ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല എന്നറിയാം, എന്നാൽ ഒരാളെങ്കിലും ഇതിനുണ്ടാവുമ്പോൾ അത് വലിയൊരു ഗുണമായിട്ട് മാറുമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ട്രില്ലറൊക്കെ ഉപേക്ഷിച്ചിട്ടും അത്യാവശ്യം നല്ലൊരു വളവ് കിട്ടിയില്ലേ? അതിനെന്താ കാരണം? ട്രാക്ടറും ട്രില്ലറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ശരിക്ക് കാർബൺ ക്രെഡിറ്റ് എന്നൊക്കെ പറയണോണം, അത് ഭയങ്കര ദോഷമാണെന്നാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, സയൻസ് പറയുന്നത്. അതുപോലെ തന്നെ മണ്ണിരകളൊക്കെ ചാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ട്രാക്ടറും ട്രില്ലറും അടിച്ചു കഴിഞ്ഞാൽ വേനൽക്കാലം വരുമ്പോൾ മണ്ണിൽ വെള്ളം നിൽക്കാനുള്ള ശക്തി വളരെ കുറയും. അപ്പോൾ അതുകൊണ്ട് അതില്ലാണ്ടിരിക്കുമ്പോൾ മണ്ണിന് ചെടികൾക്ക് കൂടുതൽ ബലം കിട്ടും. അങ്ങനെയാണ് സയൻസിലൊക്കെ പറയുന്നത്. എന്നിട്ട് ഉപയോഗിച്ചത് എന്ത് വളമായിരുന്നു? ഇവിടെ ഉപയോഗിച്ചത് വീട്ടിലത്തെ കമ്പോസ്റ്റ്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കമ്പോസ്റ്റ്, പിന്നെ ജീവാമൃത വളം മാത്രമാണ് ഉപയോഗിച്ചത്. ജീവാമൃതം എന്ന് പറഞ്ഞാൽ എന്താ? ജീവാമൃതം എന്ന് പറഞ്ഞാൽ ചാണകം, ഗോമൂത്രം, ശർക്കര, അതും മൂന്നും കൂട്ടി അതിൽ വെള്ളം ചേർത്ത് 3 ദിവസം ഒരു ഇളക്കലൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കുന്നതാണ് ജീവാമൃതം. അത് മാത്രമാണ് ഇവിടുത്തെ വളം. ഓക്കെ. രാജേട്ടൻ പറഞ്ഞ പോലെ ഒരാൾ ഇങ്ങനെ ചെയ്തെന്ന് വെച്ച് വലിയ മാറ്റമൊന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാലും കൃത്രിമത്വവും തട്ടിപ്പുകളും നിറഞ്ഞ ഈ ലോകത്തിന് ശുദ്ധമായ സ്വാഭാവികമായ ഒരു ചാക്ക് അരിയെങ്കിലും നൽകാനായല്ലോ എന്ന സന്തോഷത്തിലാണ്, ആത്മസംതൃപ്തിയിലാണ് അമ്മാടത്തെ രാജേട്ടൻ ജീവിക്കുന്നത്. ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്തെടുക്കുന്ന ഈ അരി ലഭിക്കാൻ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.